ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി ആണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ആ ഒരു ആള് മാറിയത് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. എന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പം ഞങ്ങൾ പോയത്, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് സംഭവിച്ചതെന്നൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് പറയാൻ പറ്റും, കാര്യങ്ങളൊക്കെ വളരെ ഭയങ്കര സ്മൂത്തായിട്ടും അല്ലെങ്കിൽ ഒരു ഡ്രീം പോലെയൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം യാതൊരു സൂചനയും ഇല്ലാതെ ആ ആള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. ഒന്നെങ്കിൽ ആൾക്ക് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മെസ്സേജസുകളൊന്നും റിപ്ലൈ പോലും തരാതെ ഇരുന്നു, അതല്ലെങ്കിൽ ഒരു വാക്ക് പോലും പറയാതെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവര് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി. എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പോലും മനസ്സിലാകാതെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് പറ്റിയത്, എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റാണ്, അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നെ ജെന്യൂനായിട്ട് സ്നേഹിച്ചിരുന്നു, ഞാൻ ഈ ഒരു വ്യക്തിനെ വളരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത്, പക്ഷെ പെട്ടെന്ന് എന്താണ് ഒരു ടൈം കൊണ്ട് ഇയാൾ എൻ്റെ മെസ്സേജ് നോക്കാത്തത്, അതല്ലെങ്കിൽ ഒരു തരത്തിലും എനിക്ക് എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത രീതിയിൽ ഇയാളങ്ങ് പോയത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തോന്നിയൊരു കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ വിട്ടതിന് ശേഷം ഈ ഒരു പേഴ്സണിന് കാര്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ, അതല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രോബ്ലംസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു തിരിച്ചടി അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ അവർക്ക് ഒരു എന്താ പറയുക, അവരുടെ കണ്ണ് തുറപ്പിക്കൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഒരു തിരിച്ചറിവ് മനസ്സിലായോ. അവരുടെ ലൈഫിൽ നിങ്ങളെപ്പറ്റിയും അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി റീതിങ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ആലോചിക്കാൻ, അങ്ങനത്തെ ഒരു രീതിയിൽ എന്തോ ഒരു ഐഡിയ അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അന്ന് നിങ്ങളോട് കാണിച്ചത് കടുത്ത മോശമായി പോയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചിരുന്നു എന്നൊക്കെ ഇപ്പോൾ നന്നായിട്ട് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ വളരെ ചീപ്പായിട്ടൊക്കെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം. വിഷമത്തോടെയൊക്കെ മെസ്സേജ് അയച്ചപ്പോഴൊന്നും അവർ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. മനസ്സിലായോ. അപ്പോൾ അതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഓർത്ത് അവർക്ക് വളരെ വലിയൊരു കുറ്റബോധവും ചമ്മലും വിഷമവും ഒക്കെ ഉണ്ട്. എന്തിന് ഞാൻ അങ്ങനെ കാണിച്ചു എന്നൊക്കെ. പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അയാള് എന്താ പറയാ, ഒരു പേടിച്ചിട്ടുള്ള ഒരാളെ പോലെ ഒളിച്ചോടുകയാണ്, അല്ലെങ്കിൽ ഒരു ഭീരുവിനെ പോലെ അയാൾ ഒളിച്ചോടുകയാണ് എല്ലാത്തിൽ നിന്നും. അയാളുടെ ലൈഫിൽ അയാൾ എല്ലാത്തിൽ നിന്നും ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ. അപ്പോൾ അയാൾക്ക് കുതിര കയറാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു നേച്ചറുള്ള ഒരു പാവത്താൻ അല്ലെങ്കിൽ അതേപോലെ ഒരാളെ കിട്ടിയപ്പോൾ അയാൾ നിങ്ങളെ മാക്സിമം ചീത്ത വിളിക്കുക, മാക്സിമം ഇമോഷണലിയും ഫിസിക്കലിയൊക്കെ അബ്യൂസ് ചെയ്യുക, അങ്ങനത്തെ ആ ഒരു രീതിയിലോട്ടാണ് അയാൾ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. ശരിക്കും അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അയാൾ സ്വയം എല്ലാ തെറ്റുകളും അയാൾ സമ്മതിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ എല്ലാവരും എൻ്റെ അടുത്തോട്ടാണ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ വരുന്നത്, പക്ഷെ എനിക്ക് ഒരാളെ പാവയെ പോലെ ഒരാളെ കിട്ടിയപ്പോൾ ഞാൻ അയാളെ കംപ്ലീറ്റ്ലി ഈ ഒരു അവസ്ഥയിലാക്കി, അയാളെ വെറുപ്പിച്ചു, ദേഷ്യപ്പെടുത്തി, സങ്കടപ്പെടുത്തി എന്നൊക്കെ ഓർത്ത് അയാൾക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് അയാളോട് തന്നെ സ്വന്തമായിട്ട് ദേഷ്യവും വെറുപ്പും മറപ്പും ഒക്കെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണിപ്പോൾ. തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിന് ബ്ലോക്കായിട്ട് അയാളുടെ ലൈഫിൽ മെയിനായിട്ട് വലിയ എന്തൊക്കെയോ പ്രോബ്ലംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ കരിയർ, മേ ബി കരിയർ റിലേറ്റഡ് പ്രോബ്ലംസ്, ഫിനാൻസായിട്ട് പ്രോബ്ലംസ്, അങ്ങനെ ഒരു വലിയൊരു തകർച്ച അവരുടെ ജീവിതത്തിൽ ആ ഒരു ടൈമിലൊക്കെ നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ടൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസയുടെ കാര്യത്തിൽ അയാൾക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് അങ്ങനെ കുറേ ഒരു സ്റ്റേജസിൽ കൂടെയാണ് ആ ഒരു പേഴ്സൺ പോയിട്ടുള്ളത്. അതല്ല എങ്കിൽ ബിസിനസ്സിൽ വലിയൊരു ലോസ് വന്നിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഒരുപാട് കടബാധ്യതകൾ
മനസ്സിലായോ? ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ പുള്ളി കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പിന്റെ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ല സ്മൂത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് കാണുന്ന വെച്ചാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ മെയിനായിട്ടും പ്രോബ്ലംസ് പൈസയുടെയൊക്കെ വന്ന ബുദ്ധിമുട്ടുണ്ടായാൽ പോലും ആ കാര്യങ്ങളൊന്നും നിങ്ങളോട് ആ ഒരു വ്യക്തി തുറന്ന് പറയാനൊന്നും സമ്മതിച്ചിട്ടില്ല. കാരണം ഈഗോ, അന്തസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലായി? ഞാൻ എന്ന ഭാവം അതൊക്കെ കൊണ്ട് തന്നെ അവരൊന്നും സമ്മതിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു തോറ്റ് കംപ്ലീറ്റ്ലി തകർന്ന് എന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കാനൊന്നും പുള്ളിക്ക് ഭയങ്കര മടിയായിരുന്നു. മനസ്സിലായി? അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അയാൾ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ അന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായ സമയത്ത് കാണാം, സംസാരിക്കാം, അങ്ങനെ നിങ്ങളായിട്ടുള്ള ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ലാസ്റ്റ് സമയങ്ങളിൽ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വം തന്നെ അവർ അകന്ന് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം ശരിയാക്കിയിട്ട് ഒരു പുതിയൊരു തുടക്കം വേണമെന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി, മനസ്സിലായോ, ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കായി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമായിരുന്നു. നിങ്ങളെ എത്രയൊക്കെ ഹേർട്ട് ചെയ്താൽ പോലും അവർക്ക് ചില സമയത്ത് ഓക്കെ ഇതെല്ലാം ഇത് മാറി നല്ല രീതിയിൽ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു പേഴ്സണ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. പറയാൻ പറ്റും. നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന സമയത്തും അവർക്ക് ഫിനാൻസ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതും നിങ്ങളെ വേദനിപ്പിച്ചു അതിനെയൊക്കെ ഓർത്ത് അവർക്ക് ഇപ്പോൾ വിഷമമുണ്ട്. അപ്പൊ നിങ്ങൾ റീകണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം റീകണക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ സ്റ്റേബിൾ ആവുന്നില്ല. കുറെ കൂടെ അതിനൊക്കെ ഒരു ബ്ലോക്കാണ് കാണിക്കുന്നത്. മനസ്സിലായി? മേ ബി ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നന്നാവാതിരിക്കാൻ വേണ്ടി അങ്ങനെയും ചിലപ്പോൾ കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്നല്ല, ഫ്രണ്ട് സൈഡിൽ നിന്നൊന്നുമില്ല, ചിലപ്പോൾ ഒരു ഫാമിലി വൈസ് തന്നെ മേ ബി സിബ്ലിങ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചിലപ്പോൾ വല്ല ബ്ലാക്ക് മാജിക് വൈസോ അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ആൾക്കാരിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന് തന്നെ വല്ല ബ്ലാക്ക് മാജിക്കിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് വൈബും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് സൈഡൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണായിട്ടും വളരെ നല്ല സൗന്ദര്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടും ബുദ്ധിയും എല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയത് എന്നൊരു തോന്നൽ ഇപ്പോൾ അവരുടെ മൈൻഡിലുണ്ട്. അവർക്ക് നിങ്ങളോട് തോന്നുന്ന കുറച്ചുകൂടെ ഒരു ബഹുമാനം തോന്നാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്രയൊക്കെ അവരെ വേദനിപ്പിച്ചിട്ടും നിങ്ങൾ സ്വന്തം വിലയും അല്ലെങ്കിൽ അന്തസ്സും അതൊക്കെ കളയാതെ സ്വയം സ്നേഹിച്ച് ലൈഫിനെ വളരെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫും ഒന്നും നശിപ്പിക്കാതെ നിങ്ങൾ, മനസ്സിലായി, ഉള്ളിൽ വേദനയുണ്ടെന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ പോലും പുറത്ത് കാണിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സ്നേഹിച്ച് പോകുന്നതിൽ അവർക്ക് ഒരുപാട് അത്ഭുതവും തോന്നുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുമുണ്ട്. സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ സെൽഫ് ലവും കാര്യങ്ങളും പിന്നെ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് ചേഞ്ചസും നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകുന്ന അയാൾ നിങ്ങൾ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും അവർ ദൂരെ നിന്നാണ് നിങ്ങൾ അതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു എനർജിയൊക്കെ അവർ നോക്കി കാണുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു ബ്രേക്കപ്പിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് അവർ നിങ്ങളെ മാനസികമായിട്ടൊക്കെ പീഡിപ്പിച്ച് മാറിയൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ മാനസികമായിട്ട് അവർക്ക് തകർക്കാൻ പറ്റില്ല. അപ്പോൾ പോലും നിങ്ങൾ വെളിയിൽ ആ ഒരു പ്രോബ്ലംസ് ഒന്നും കാണിക്കാൻ നിങ്ങൾ സെൽഫ് ലവിൽ പോയത് കൊണ്ട് നിങ്ങൾ അവർക്ക് മാനസികമായിട്ട് തകർക്കാൻ പറ്റിയില്ലേ, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് യാതൊരുവിധ കുഴപ്പമില്ലല്ലോ, തനിക്കതൊന്നും എന്താ പറയുക മാനസികമായിട്ട് തകർക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അതുമൊക്കെ ഓർത്ത് അവർ അത്ഭുതപ്പെട്ട് ആദ്യമൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയതുകൊണ്ട് അന്ന് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും ഇന്നും അവര് നിങ്ങൾ നല്ല രീതിയിൽ ലൈഫിനെ സ്നേഹിച്ചും അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ്സ് ഒന്നും കാണിക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ ഈവൻ അവരെ പോലും ഇറിറ്റേറ്റ് ചെയ്യാൻ ചെല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ചൂസ് ചെയ്ത് പോയതിലേക്ക് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു സ്നേഹമുള്ള ഒരാളാണ് നിങ്ങൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണ് ഒരു പ്യുവർ ലവ് ഇഷ്ടം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ആൾക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കത് അതിപ്പോ അവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. കാരണം വെച്ചാൽ ലൈഫിൽ ചില പണികളൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം, അതായത് മറ്റുള്ളവരൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ ഉപദ്രവിച്ചാൽ പോലും നിങ്ങൾ അവർക്ക് സമാധാനമായിരുന്നു തന്നിരുന്നെന്നൊരു കാര്യം അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹവും നിങ്ങളുടെ ആ ഒരു പ്രസൻസും എന്നും അവർക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അവർക്ക് സ്റ്റിൽ മിസ് ചെയ്യുന്നുമുണ്ട്. ഇത്രയൊക്കെ തിരിച്ചറിവും കാര്യങ്ങളും സ്നേഹവും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇവ ഇങ്ങോട്ടിപ്പോൾ വരാത്തത് എന്നൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടാവും. അതിന് കാരണം എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി പ്രഷർ ആയിരിക്കാം, നിലവിലുള്ള സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതല്ല എങ്കിൽ പാരൻസിനെ നോക്കേണ്ട ചുമതല, മനസ്സിലായി, ഈ വലിയ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ അവരുടെ തലയിൽ ആയി അവർ കാണുന്നു, മനസ്സിലായോ? അപ്പോൾ സൊസൈറ്റിയിലുള്ള പേരും അന്തസ്സും ഒക്കെ നിലനിർത്താൻ വേണ്ടിയാണ് അവർ ഫോഴ്സ്ഫുള്ളി അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് എടുത്തു ചാടി എന്തൊക്കെ ചെയ്താൽ അത് അവരുടെ ഫാമിലി അതല്ലെങ്കിൽ അവരെന്തിനെയാണോ ഇപ്പോൾ സ്പെഷ്യലായിട്ട് മാറ്റിയിരിക്കുക അതിനെയൊക്കെ ബാധിക്കുമെന്ന് അവർക്കൊരു പേടിയുണ്ട്. നമുക്കിവിടെ പറയാൻ പറ്റും വെളിയിൽ അവർ എത്രയൊക്കെ ഹാപ്പി ആണ് എന്ന് അഭിനയിച്ചാൽ പോലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയും അല്ല വാട്സാപ്പ് സ്റ്റാറ്റസ് വഴിയും പലതരത്തിലും നിങ്ങളായിട്ടൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് ഇപ്പോഴും വലിയ എന്താ പറയുക, ഒരു ഒരു ഹെൽ, നരകം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ. അവിടെ ഒട്ടും അവർക്ക് സന്തോഷമില്ല. എപ്പോഴും ഇപ്പൊ ഫാമിലി ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും വഴക്കും സമാധാനക്കേടും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒരു പേരിന് മാത്രം ഉള്ള ഒരു ബന്ധമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ അവർ നിൽക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അവർ പെട്ടുപോയിരിക്കുകയാണ് എന്നൊരു അവസ്ഥ വരെ നമുക്ക് ഇവിടെ ഈ ഒരു എനർജിയിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ അവർക്കൊരു ഫാമിലി ഉള്ള ആളാണെങ്കിൽ ഇപ്പോൾ ആ അവസ്ഥ കൊണ്ട് അവർ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എന്നായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പേഴ്സന്റെ മൈൻഡ് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു സീറോ അല്ലെങ്കിൽ ഒരു ശൂന്യത, വിഷമവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവര് വെളിയിലൊരു മാസ്ക് ഇട്ട് ചിരിച്ച് എല്ലാരെയും കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ആ ഒരു പേഴ്സൺ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളം പ്യുവർ ആണ് എന്നൊക്കെ ഇപ്പോഴാണ്, അതായത് ഇപ്പോഴത്തെ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരിപ്പോ എവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ഓരോ പണികളിൽ നിന്നൊക്കെയാണ് അവർക്ക് ഇപ്പൊ മനസ്സിലാകുന്നത് നിങ്ങൾ എത്ര ജെന്യൂൻ ആയിരുന്നു, നിങ്ങൾ എത്ര പ്യുവർ സോളാണ് എന്നൊക്കെ ഇപ്പൊ അവർക്ക് ശരിക്കും ഓർമ്മ വന്നപ്പോൾ എല്ലാ ദിവസവും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു. അപ്പൊ എല്ലാ ദിവസവും അവരുടെ മൈൻഡിൽ ഇത് കയറി ഇറങ്ങി പോകുന്നുണ്ട്. പറയാൻ പറ്റും അവരെപ്പോഴും നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, രാത്രികളിൽ നിങ്ങളുടെ സ്വപ്നം കാണുന്നുണ്ട്. എവിടെ ഇപ്പൊ ചുമ്മാ ജസ്റ്റ് റോഡിൽ കൂടെ നടന്നു പോവാണെങ്കിൽ പോലും അവരുടെ മൈൻഡിൽ എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വന്ന് സംസാരിക്കണമെന്നും ഈ ബന്ധം എങ്ങനെയെങ്കിലും റീകണക്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം നിങ്ങളെ വന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ആ ഒരു പേഴ്സൺ ഇല്ല. അയാൾ മെസ്സേജ് അയച്ച ആ ഒരു പേഴ്സൺ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കുമോ, അതോ ചീത്ത വിളിക്കുമോ, അതല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ ഓർത്ത് അയാൾക്ക് വളരെ നല്ല പേടിയുണ്ട്. അപ്പൊ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ അയാള് ഒരു ഒരു അടി പോലും ആർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു പേടി, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് പേടിച്ച് മാറി നിൽക്കുകയാണ് ആ ഒരു പേഴ്സൺ. നമുക്കിവിടെ റീഡിങ്ങിൽ നിന്ന് കിട്ടുന്ന വെച്ചാൽ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലും അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അവരുടെ കയ്യിൽ നിന്ന് മാനസികമായിട്ടും ഒക്കെ ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. മേ ബി ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു പേഴ്സണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൽ കയറി കൂടിയത്, മനസ്സിലായോ? അതുപോലെ തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രോങ് പുള്ളുണ്ട്. അപ്പോ അത് ചിലപ്പോ അങ്ങനെയൊക്കെ വന്നെങ്കിൽ പോലും അവരുടെ ഫിനാൻസ് പ്രോബ്ലങ്ങളും ഫാമിലി ഇടപാടുകളും എല്ലാത്തിനും ഒക്കെ മേലെ അവർ കാണുന്നത് ഈ ഒരു അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് അല്ല, ഒരു അട്രാക്ഷൻ ആണ്, മനസ്സിലായോ? ഒരു
ആ ഒരു അട്രാക്ഷൻ അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് കണക്ട് ചെയ്യാനും വരാനും ഒക്കെ ഒരുപാട് പേടിയൊക്കെ ഇവർക്ക് അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലൊക്കെ തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അട്രാക്ഷൻ ഉണ്ടെന്ന കാര്യം സത്യസന്ധമാണ്. അത് നിങ്ങൾക്കും തോന്നുന്നുണ്ടല്ലോ. അപ്പൊ അത്രയ്ക്ക് അട്രാക്റ്റഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഏതോ തരത്തിലെ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. മേ ബി പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പാസ്റ്റ് ലൈഫ് റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ബാക്കി റീഡിംഗ് പാസ്റ്റ് ലൈഫിന്റെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാല് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിനെ മാത്രം ഓർത്ത് ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലൈഫിനെ ഫോക്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോവുക. അപ്പോൾ അവർക്ക് ധൈര്യം വരും. മനസ്സിലായോ? അപ്പോൾ അവർ നിങ്ങളെ തേടി വരും. അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ തരത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അത് നമ്മൾ ഹൈലി വൈബ്രേറ്റ് ചെയ്ത് ഹൈ പോസിറ്റീവ് രീതിയിൽ നമ്മുടെ ഓറനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലോട്ട് അട്രാക്റ്റ് ആവും. അതാണല്ലോ യൂണിവേഴ്സൽ ലോ എന്ന് തന്നെ പറയുന്നത്. അപ്പം ആ രീതിയിലോട്ട് നിങ്ങൾ പോകാനാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് യൂണിവേഴ്സായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ലൈഫ് റീഡിംഗ് വേണ്ടവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.